എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസിച്ചുകൊള്ളുന്നു. നമ്മൾ ഒത്തിരി നാൾ മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഡാറ്റ ഷീറ്റാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ കാണിച്ചപ്പോൾ എല്ലാവരും അതിൻ്റെ ഡാറ്റ ഷീറ്റ് ചോദിക്കുകയുണ്ടായി. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. കാരണം ഇത്തരം വലിയൊരു ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട ആളുകൾക്കും അത്രയും വലിയൊരു ആവശ്യമുണ്ടാകില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഡാറ്റ ഷീറ്റ് അന്ന് പബ്ലിഷ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് ഇവിടെ പബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ കാണിച്ചിരിക്കുന്നത് 6kW ആണ്. അതായത് കോർ നമ്പർ 8B ആണ്. ബോബിൻ 6 ഇഞ്ചാണ്. 6kW ലോഡ് 6000 വാട്ട്സ് ആണ്. അപ്പോൾ ഇതിൽ പ്രൈമറി വരുന്നത് 9 SWGയുടെ ഒരു വയറാണ്. അതിൻ്റെ ആകെ ടേൺസ് 105 ആണ്. അപ്പോൾ നമുക്കിത് ഇനി സെക്കൻഡറിയിൽ വരുന്നത് 10 SWGയുടെ 5 വയറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 12 ടേൺ ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് ഈ 9ൻ്റെ 105 ടേൺ ഇട്ട് കഴിഞ്ഞാലും 12ൻ്റെ 10ൻ്റെ 5 വയർ 12 ടേൺ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും സ്പേസ് നല്ലോണം കോറിലുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു ഗേജ് വയർ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു 6000 വാട്ട്സിന് 9ൻ്റെ ആവശ്യമില്ല. ഇവിടെ 10 ഇട്ടാലും മതി. ഇവിടെ 11ൻ്റെ 5 ഇട്ട് കഴിഞ്ഞാലും ധാരാളമാണ്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ TPV അതായത് 10 per volt 105 ടേണ് ഡിവൈഡഡ് ബൈ 250 വോൾട്ട് ഈസ് ഈക്വൽ ടു 0.42 ടേൺസ്. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 105 ടേൺ ഡിവൈഡഡ് ബൈ 250 വോൾട്ട് ഈസ് ഈക്വൽ ടു 0.42 ടേൺസ്. അടുത്തത് വോൾട്ട് പെർ ടേൺ. ഇതാണ് നമ്മൾ കൂടുതലും ഇതിൻ്റെ വോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. വോൾട്ട് പെർ ടേൺ 250 വോൾട്ട് ഡിവൈഡഡ് ബൈ 105 ടേൺസ് ഈസ് ഈക്വൽ ടു 2.38 എക്സ്ട്രാ ഡിജിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ഇതിൽ 2.38 ആണ്. അപ്പോൾ നമുക്കിനി ഈ പ്രൈമറിയിൽ എങ്ങനെയാണ് ഇത്രയും വോൾട്ട് വരുന്നതെന്ന് നോക്കാം. പ്രൈമറിയിൽ 2.38 ഇൻറ്റു 105 10 ഈസ് ഈക്വൽ ടു 249.9 വോൾട്ടാണ് വരുന്നത്. അതായത് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് 250 വോൾട്ട് താങ്ങാവുന്ന തരത്തിലുള്ള ഒരു ഹെവി ഡ്യൂട്ടി ട്രാൻസ്ഫോമർ തന്നെയാണ്. ഇനി നമുക്ക് സെക്കൻഡറിയിലെ വോൾട്ട് ഒന്ന് നോക്കാം. 2.38 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 28.56 ആണ്. ഏകദേശം 30 വോൾട്ടിന് അടുത്ത് തന്നെയാണ് വരുന്നത്. നമുക്കിപ്പോൾ ഇത് 24നും 30 വോൾട്ടിനും ഇടയ്ക്ക് മതി. ഇനി നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. കോർ വെയിറ്റ് E&I വരുന്നത് 36 കിലോയാണ്. നമുക്ക് ഇത്രയും വലിയൊരു ട്രാൻസ്ഫോമറിന് F കോർ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ അറിയില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്നത് E&I ആണ്. അപ്പോൾ E&Iയുടെ വെയിറ്റാണ് നമ്മളുടെ ഉള്ളത്. F കിട്ടി കഴിഞ്ഞാലും ടോട്ടലി ഇത്രയും മതി. LO ക്ലാമ്പ് ബോൾട്ട് അത് ഏകദേശം 1.5 കിലോ. കാരണം ഈ L ക്ലാമ്പ് നല്ല വെയിറ്റ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടോട്ടലി 1.5 കിലോ വരുന്നത്. കോപ്പർ വെയിറ്റ് 9 SWG 5 കിലോ, 10 SWG 7 കിലോ. ടോട്ടൽ വെയിറ്റ് വരുന്നത് 50 കിലോയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു സെയിം കോറിലും ബോബിനിലും വെച്ചിട്ട് ഇതിൻ്റെ ലോഡൊന്ന് കുറച്ചിട്ട് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് 48 വോൾട്ടിനാണ്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് 48 വോൾട്ടിനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള 5000 വാട്ട്സ് ഈ സെയിം ബോബിനിൽ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ഷീറ്റ് കൂടി ഒന്ന് നോക്കാം. കോർ നമ്പർ 8B തന്നെ, ബോബിൻ 6 ഇഞ്ചാണ്, 5kW ലോഡ്, 5000 വാട്ട്സ്, 48 വോൾട്ട്. പ്രൈമറിയിൽ വരുന്ന ചുറ്റുകളൊക്കെ അത് തന്നെയാണ്. പ്രൈമറിയിൽ വരുന്നത് 10 SWG 1 നമ്പർ ഇൻറ്റു 105 ടേൺ. ടേൺ എല്ലാം അത് തന്നെയാണ്. ഇവിടെ SWG ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഗേജ് നേരത്തെ 9 ആയിരുന്നത് 10 ആയിട്ടുണ്ട്. സെക്കൻഡറിയിൽ 10 എന്നുള്ളത് 9 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 4 എണ്ണം മതി. ടേൺ എല്ലാം നേരത്തെ കാണിച്ചത് തന്നെ 12 ടേൺ. TPVയും EPTയും ഒക്കെ ഇതിനു മുമ്പ്
കാണിച്ചത് തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വിശദമായിട്ട് ഇതിനു മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അപ്രോക്സിമേറ്റ് ഈ ഒരു വെയിറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്. കോറ് ഇത്രയും തന്നെ വേണം, എൽ ക്ലാമ്പ് ഈ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ വേണം. അപ്പോൾ വെയിറ്റ് ഒക്കെ എല്ലാം സെയിം ആണ്. വയറിൻ്റെ ഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് നമുക്ക് ടോട്ടൽ വെയിറ്റ് അപ്രോക്സിമേറ്റ് 50 കിലോ തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മൾ ഈ പരിചയപ്പെടുത്തിയ ട്രാൻസ്ഫോമറിൻ്റെ ഡാറ്റ ഷീറ്റ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.